ലക്ഷദ്വീപിലെ താത്ത അറിയില്ലേ? നരേന്ദ്രമോദിയോടുള്ള വൈരാഗ്യം കൊണ്ട് ഭ്രാന്തായി പോയ ഒരു സ്ത്രീരൂപം. നിങ്ങൾക്കൊക്കെ അറിയാം, സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ അഴിഞ്ഞാടുകയാണ്. ലക്ഷദ്വീപിൽ മോദി ജൈവായുധം പ്രയോഗിച്ചു എന്ന് പറഞ്ഞ് പെട്ടുപോകുന്ന സ്ഥിതി വരെ എത്തിയ കഥാപാത്രത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. ആ പേരൊന്നും ഞാൻ പറയുന്നില്ല, എന്തിന് ഈ പേരൊക്കെ പറയണം. അപ്പോൾ ആ കഥാപാത്രം കഴിഞ്ഞ 2-3 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ ഇങ്ങനെ പോസ്റ്റ് ഇടുകയാണ്. ചോദ്യം ഇതാണ്, മാഡം ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയോ? ഞങ്ങൾ വോട്ടിടാത്തവർ ഞങ്ങളെ ഭരിക്കുന്നത് എന്ത് ജനാധിപത്യം? എന്തൊരു ചോദ്യമാണെന്ന് ആലോചിച്ച് നോക്കി. ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഈ സ്ത്രീ ചോദിക്കുകയാണ്, ഞങ്ങൾ വോട്ട് ചെയ്തിട്ടില്ല, വോട്ട് ചെയ്യാത്തവർ ഞങ്ങളെ എന്തിനാണ് ഭരിക്കുന്നത്? കേരളത്തിലെ CPM-കാർ സതീശനോട് ചോദ്യം ചോദിച്ചാലോ? BJP-ക്കാർ ചോദിച്ചാലോ? വോട്ട് ചെയ്യുക എന്നുള്ളത് ഒരു പ്രക്രിയയാണ്. നിങ്ങൾ വോട്ട് ചെയ്താലും ചെയ്തില്ലെങ്കിലും ജനാധിപത്യം എന്ന് പറയുന്നത് ഭൂരിപക്ഷത്തിൽ അധിഷ്ഠിതമായ ഒരു സംവിധാനമാണ്. നിങ്ങൾ വോട്ട് ചെയ്യാത്തവരും ചിലപ്പോൾ നിങ്ങളെ ഭരിച്ചെന്നിരിക്കും. കാരണം നിങ്ങളുടെ വോട്ടിനേക്കാൾ കൂടുതൽ വോട്ടുകൾ മറുഭാഗത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ ഭരിക്കും. ഇത് ജനാധിപത്യത്തിൻ്റെ അന്തസത്തയാണ്. ഇതുപോലും അറിയാത്ത ഒരു സ്ത്രീരൂപമാണ് ജനാധിപത്യം, ഭരണഘടന തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എന്താണ് ഈ താത്തയുടെ പ്രശ്നം എന്നറിയാമോ? ലക്ഷദ്വീപിൽ മദ്യം വിളമ്പുന്നു എന്ന് പറഞ്ഞാൽ രാവിലെ എണീറ്റ് വരുമ്പോൾ ലക്ഷദ്വീപിലെ പിള്ളേരെ എല്ലാം പോലീസുകാരെ വിട്ട് വിളിപ്പിക്കും. വാടാ മാറി നിൽക്കടാ, ഓരോ ഔൺസും മദ്യം അണ്ണാക്കിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഇതൊന്നുമല്ല. ലക്ഷദ്വീപിൽ 1979 മുതൽ മദ്യനിരോധനം ഉണ്ട്. ആ മദ്യനിരോധനം പിൻവലിക്കാൻ ലക്ഷദ്വീപ് എക്സൈസ് റെഗുലേഷൻ വ്യവസ്ഥ പ്രകാരം അത് പിൻവലിക്കാൻ മോദി സർക്കാർ തീരുമാനിച്ചു. മോദി സർക്കാർ തീരുമാനിച്ചു എന്ന് പറയാൻ കാരണം കേന്ദ്രഭരണ പ്രദേശമാണ്. ലക്ഷദ്വീപിൽ ഇപ്പോൾ മദ്യം കിട്ടും. ലക്ഷദ്വീപിൽ 79-ൽ മദ്യനിരോധനം കൊണ്ടുവന്നപ്പോൾ തന്നെ ബംഗാരം ഉൾപ്പെടെയുള്ള ഐലൻഡുകളിൽ മദ്യം വിൽക്കാമായിരുന്നു. അവിടെ റിസോർട്ടുകൾ ഉണ്ടായിരുന്നു. കാസിനോയ്ക്ക് ഉൾപ്പെടെ അവിടെ ബംഗാരത്ത് റിസോർട്ടുകൾ ഉണ്ടായിരുന്നു. അതായത് വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് സർക്കാർ ചെയ്തിട്ടുണ്ട്. മോദി സർക്കാർ മാത്രമല്ല. ഈ താത്ത ചോദിക്കുന്ന മറ്റൊരു ചോദ്യമുണ്ട്. ലക്ഷദ്വീപിൽ മദ്യനിരോധനം ഒഴിവാക്കിയ മോദി എന്തുകൊണ്ടാണ് ഗുജറാത്തിൽ മദ്യനിരോധനം ഒഴിവാക്കാത്തത്? ഗുജറാത്തിൽ മദ്യനിരോധനം കൊണ്ടുവന്നത് മോദിയല്ലെന്നേ. അതായത് 1960 മെയ് 1-നാണ് ഗുജറാത്ത് സംസ്ഥാനം നിലവിൽ വരുന്നത്. അതിനു മുമ്പ് ബോംബെയുടെ ഭാഗമായിരുന്നു ഗുജറാത്ത്. ബോംബെയിലെ നിയമമായിരുന്നു അവിടെ ബാധകമായിരുന്നത്. ഗുജറാത്ത് സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം ബോംബെ നിയമപ്രകാരം ഉണ്ടായിരുന്ന മദ്യനിരോധനം തുടരാൻ അന്നത്തെ കോൺഗ്രസ് സർക്കാർ തീരുമാനിച്ചു. കാരണം എന്താണെന്നറിയോ? മഹാത്മാഗാന്ധിയുടെ ജന്മസ്ഥലമായതുകൊണ്ട് അവിടെ ഗാന്ധിജിയോടുള്ള ആദരവിൻ്റെ ഭാഗമായി ഡ്രൈ സ്റ്റേറ്റായി ഗുജറാത്ത് തുടരട്ടെ എന്നുള്ള തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഗുജറാത്തിൽ മദ്യനിരോധനം ഇപ്പോഴും തുടരുന്നത്. അവിടെയും പക്ഷേ ഇളവുകളുണ്ട്. ഗിഫ്റ്റ് സിറ്റിയിൽ മദ്യം കിട്ടും, വലിയ ഹോട്ടലുകളിൽ കിട്ടും. അവിടെ പെർമിറ്റ് എടുത്താൽ വിനോദസഞ്ചാരികൾക്കുൾപ്പെടെ പരിമിതമായ അളവിൽ, അവരുടെ ആവശ്യത്തിനുള്ള അളവിൽ, വിൽക്കാനല്ല, പരിമിതമായ അളവിൽ മദ്യം ഇപ്പോഴും കിട്ടും. വിനോദസഞ്ചാരത്തിൻ്റെ ഭാഗമായി ചില ഇളവുകൾ വരുന്നുണ്ട്. താത്ത പറയുന്നത് പോലെ ഗുജറാത്തിലെ BJP സർക്കാർ അവിടുത്തെ മദ്യനിരോധനം അങ്ങ് മാറ്റിയാൽ ഇതേ താത്ത കണ്ടില്ലേ, മഹാത്മാഗാന്ധിയെ ആക്ഷേപിക്കാൻ വേണ്ടി മോദി സർക്കാർ, BJP-ക്കാർ ഗുജറാത്തിൽ കള്ളൊഴുക്കുന്നു എന്ന് പറയും. മനസ്സിലായില്ലേ? ഇത് 2 തലയുള്ള കത്തിയാണ്. മലപ്പുറം കത്തി പറയും. ഇങ്ങനെയും വെട്ടാം അങ്ങനെയും വെട്ടാം. വെട്ടിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് താത്തയുടെ ജോലി. താത്ത പറയുന്നതിന് ഒരു ലോജിക്കും ഉണ്ടാവത്തില്ല, ഒരു യുക്തിയും ഉണ്ടാവത്തില്ല. താത്ത 1 മാസം മുമ്പ് താത്ത ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നീയൊക്കെ വിശ്വസിക്കേണ്ട, നെതന്യാഹു ചത്തു എന്നും പറഞ്ഞ് അർമാദിക്കരുത്. നെഹന്യാഹു പയറ് പോലെ ഓടി കിടക്കുന്നു. താത്തയ്ക്ക് ഒരു ഉളുപ്പുമില്ല. താത്ത ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. താത്തയെ ഇങ്ങനെ ഭരിക്കുന്ന അടിമുടി മോദി വിരോധമാണ്. ഇങ്ങനെ സേവ് ലക്ഷദ്വീപ് എന്നും പറഞ്ഞ് ഷേവ് ചെയ്യാൻ നടന്ന കുറേ ആളുകളുണ്ടല്ലോ. ഇപ്പോൾ സിനിമാക്കാരെ ഒന്നും കിട്ടുന്നില്ല. ലക്ഷദ്വീപിൽ നമ്മുടെ രാജ്യ സുരക്ഷയുടെ ഭാഗമായി സൈനിക താവളങ്ങൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചപ്പോൾ താത്തയ്ക്ക് ഷേവ് വന്നു. എന്തിന്? അവിടുത്തെ തെങ്ങുകൾക്ക് പോലും കാവിക്കളറടിക്കുന്നു എന്നുള്ള ഉളുപ്പില്ലായ്മ, നിർലജ്ജം പറഞ്ഞ ആളുകളാണ് ഇക്കൂട്ടർ. അവസാനം എന്തു പറ്റി? ലക്ഷദ്വീപിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകുന്നു. നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ലക്ഷദ്വീപ് പിടിച്ചെടുക്കാൻ പാകിസ്ഥാൻ സൈന്യം വന്നതാണ്. ലക്ഷദ്വീപ് കടലിലാണ്. ആ ലക്ഷദ്വീപുമായി ചേർന്നുള്ള കടലിലൂടെയാണ് അന്താരാഷ്ട്ര മയക്കുമരുന്ന് കള്ളക്കടത്തുകാരുടെ ഏറ്റവും വലിയ സഞ്ചാരപാത. അവിടെ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്ന് ആ പാതയിൽ നിന്ന് പിടിച്ചിട്ടുണ്ട്. ലക്ഷദ്വീപിൽ ആൾതാമസമില്ലാത്ത നിരവധി ദ്വീപുകളുണ്ട്. അവിടെയൊക്കെ ഇവർ താവളമടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഒട്ടേറെ തവണ.
അതൊക്കെ കൊണ്ടാണ് കേന്ദ്രം വളരെ തന്ത്രപ്രധാനമായ ഒരു പോയിൻ്റാക്കി കണക്കാക്കി ലക്ഷദ്വീപിൽ സൈനിക സന്നാഹം വർദ്ധിപ്പിക്കാൻ തീരുമാനിക്കുന്നത്. താത്ത സമ്മതിക്കൂല. താത്ത പറയും ലക്ഷദ്വീപ് ഞങ്ങളുടെ നാടാ. ആരുടെ നാട്? താത്ത പറയുന്നത് ലക്ഷദ്വീപ് ഞങ്ങളുടെ നാടെന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ഭാഗമാണെന്നല്ല താത്ത പറയുന്നത്. താത്ത പറയുന്നത് ലക്ഷദ്വീപിൽ ഭൂരിപക്ഷം മുസ്ലിങ്ങളാണ്, മുസ്ലിങ്ങളുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന ഒന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ മുസ്ലിങ്ങളുടെ ഏറ്റവും ഹറാമായ ഒന്ന് മദ്യമല്ല, മദ്യത്തെക്കാളും ഹറാമായത് വിഗ്രഹാരാധനയാണ്. കാഫിറുകളാണ് മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു. ഏകദൈവത്തിൽ വിശ്വസിക്കാത്തവരെല്ലാം മതത്തിൻ്റെ ശത്രുക്കളാണ്. അങ്ങനെ മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ അമ്പലങ്ങൾ പാടുണ്ടോ? പൊളിച്ച് കളയണ്ടേ താത്ത? താത്ത ഇത് എന്തു പറയും? വൈകാതെ താത്ത അതും പറയും. അപ്പോൾ താത്തയുടെ രോഗം വേറെ രോഗമാണ്. താത്തയെ ഇപ്പോൾ ഒരു ഹിന്ദുവാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. ആ ഹിന്ദുവിനെ പൊന്നാനി കൊണ്ടുപോയി വേണ്ട പരിപാടിയൊക്കെ ചെയ്യിച്ച് ഇപ്പോൾ കാക്കാനാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ അയാളുടെ കൈക്ക് നല്ല ബലഹീനത വല്ലതും ഉണ്ടായിരിക്കണം. കാരണം പ്രതികരിക്കാൻ ആർക്കും അവകാശമുണ്ട്. ലോജിക്കലായിരിക്കണം. കാരണം എത്ര ഇല്ലോജിക്കലായിട്ട്, എത്ര വിവരദോഷമാണ് ഈ സ്ത്രീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഞങ്ങൾ വോട്ടിടാത്തവർ ഞങ്ങളെ ഭരിക്കുന്നത് എന്ത് ജനാധിപത്യമാണ്? ഇവർ പറയുന്ന ലോജിക്ക് അനുസരിച്ചാണെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ സതീശൻ മുഖ്യമന്ത്രിയാണ്. സതീശനെതിരെ വോട്ട് ചെയ്തിട്ടുണ്ട് LDFൻ്റെയും NDAയുടെയും പ്രവർത്തകർ. ഒരുപാട് പേര് വോട്ട് ചെയ്തിട്ടുണ്ട്. അവരൊന്നും സതീശനെ മുഖ്യമന്ത്രിയായിട്ട് അംഗീകരിക്കത്തില്ലേ? ഞങ്ങൾ വോട്ട് ചെയ്യാത്ത നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ ഭരിക്കുന്നത് എന്ന് ചോദിക്കുമോ? എന്തൊരു യുക്തിസഹമല്ലാത്ത വിവരക്കേടാണ് സ്ത്രീ പറയുന്നത്. എന്നിട്ട് കുറേ ആളുകൾ, ഒരു പ്രത്യേക തരത്തിലുള്ള പേരുള്ള ആളുകൾ, താത്തയ്ക്ക് പറ്റുന്ന ആളുകൾ വന്നിട്ട് താത്ത കൊള്ളാം, ഗംഭീരമായിരിക്കുന്നു, ഇങ്ങനെ വേണം, തേങ്ങയാണ് മാങ്ങയാണെന്നും പറഞ്ഞ് കമൻറ്റ് വിടും. എനിക്ക് മനസ്സിലാവുന്നില്ല ഈ സ്ത്രീയൊക്കെ എന്ത് ഭാവിച്ചിട്ടാണ് നിൽക്കുന്നത്. കാരണം ഇവർ പറയാതെ പറഞ്ഞു വെക്കുന്നത്, ഞങ്ങൾ ലക്ഷദ്വീപ് എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ 90%-ലേറെയുള്ള പ്രദേശമാണ്, അതുകൊണ്ട് ഇസ്ലാമിക നിയമങ്ങൾ അവിടെ നടപ്പാക്കണം, ഇന്ത്യയുടെ നിയമങ്ങൾ ബാധകമല്ല എന്ന് പറഞ്ഞു വെക്കണം. ഇപ്പോൾ പ്രകടനം നിരോധിച്ചിട്ടുണ്ട്. എന്തോ ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള ചാനലിലൊക്കെ വലിയ വാർത്ത, ലക്ഷദ്വീപിൽ പുതിയ നിരോധനം, പ്രകടനങ്ങൾക്ക് മുൻകൂർ അനുവാദം വാങ്ങണം. ഇത് സുപ്രീം കോടതിയുടെ ഉത്തരവാണേ. പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ നടത്തണമെങ്കിൽ ഒരാഴ്ച മുമ്പ് അനുവാദം വാങ്ങണമെന്ന് ഇന്ത്യയിലെ പരമോന്നത നീതിപീഠത്തിൻ്റെ ഉത്തരവാണ്. അത് ലക്ഷദ്വീപിലും ബാധകമാണ്. ലക്ഷദ്വീപിൽ ഞങ്ങൾ മുസ്ലിങ്ങളായതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ത്യൻ സുപ്രീം കോടതിയുടെ ഉത്തരവുകൾ ബാധകമല്ല എന്ന് ഈ സ്ത്രീ പറയുന്നത് അങ്ങനെയാണ്. പ്രകടനം പാടില്ല, പ്രകടനം വേണമെങ്കിൽ നേരത്തെ അനുവാദം വേണം. അവിടുത്തെ ബോട്ട് ജെട്ടികൾ, ടെലഫോൺ സെൻ്ററുകൾ, അങ്ങനെ തന്ത്രപ്രധാന വാട്ടർ ടാങ്കുകൾ, പവർ സ്റ്റേഷനുകൾ തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ജനറേറ്ററുകളൊക്കെ പ്രവർത്തിക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട്. അവിടെയൊന്നും പ്രകടനം നടത്താൻ പാടില്ല. അങ്ങനെയല്ലേ നമ്മുടെ നാട്ടിലും ചിലയിടത്തൊക്കെ റെസ്ട്രിക്റ്റഡ് ഏരിയ ഉണ്ട്. നേവൽ ബേസിൻ്റെ അവിടെ ചെല്ലുക, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അതിക്രമിച്ച് കടക്കാൻ ശ്രമിച്ചാൽ മുന്നറിയിപ്പില്ലാതെ വെടിവെക്കും. അത് ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് താത്ത പറഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോൾ താത്തയുടെ പ്രശ്നം വേറെ പലതുമാണ്. ആ പ്രശ്നം പരിഹരിക്കാൻ സത്യത്തിൽ നമ്മുടെ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥകൾ വിചാരിച്ചാൽ പറ്റും. പക്ഷെ അതാരും ചെയ്യാത്തത് കൊണ്ടാണ്. താത്ത കുറേ കാലമായി ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി രാജ്യവിരുദ്ധത പ്രചരിപ്പിക്കുക, ഇന്ത്യൻ പ്രധാനമന്ത്രിയെ അതിനികൃഷ്ടമായ രീതിയിൽ ആക്ഷേപിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ്. ആരെങ്കിലും ചിലർ തുനിഞ്ഞിറങ്ങിയാൽ താത്ത ദൂരെ അറിയും. കാരണം താത്തയെ പൂട്ടാൻ, താത്തയുടെ പല പോസ്റ്റുകളും താത്തയെ അടപടലം പൂട്ടാൻ പറ്റിയ പോസ്റ്റുകളാണ്. അതിന് തുനിഞ്ഞ് സമയമുള്ള, തൻ്റെ ഇടമുള്ള ആരെങ്കിലുമൊക്കെ ഒരു ദിവസം ഇറങ്ങും. അന്ന് താത്ത നിലവിളിക്കും. അന്ന് താത്ത പറയും എൻ്റെ വേട്ടയാടുന്ന എന്ന് നിലവിളിക്കും. കാരണം അവസാനം എല്ലാ തെമ്മാടിത്തരങ്ങളും കാണിച്ചിട്ട് ഒടുവിൽ ഇരവാദം പറയുക എന്നുള്ളത് ഇവരുടെ ഒരു പൊതു രീതിയാണ്. ഏതായാലും ലക്ഷദ്വീപ് താത്തയുടെ ചോദ്യം നിങ്ങളൊന്നുകൂടെ ഓർമ്മിക്കുക, ഞങ്ങൾ വോട്ടിടാത്തവർ ഞങ്ങളെ എന്തിനാണ് ഭരിക്കുന്നത്? എത്ര വലിയ മഹത്തായ ജനാധിപത്യ ബോധമാണെന്നറിയോ താത്ത. ഭരണഘടന, ജനാധിപത്യം എന്നിവയെക്കുറിച്ച് നാഴിക 40 വട്ടം പറയുന്നുമുണ്ട്. ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ ലക്ഷദ്വീപ് താത്തയെക്കുറിച്ചൊക്കെ നിങ്ങളോട് പറയേണ്ടി വരുന്നത് വളരെ ലജ്ജാകരമാണെന്ന് എനിക്കറിയാം. ഒരാവശ്യമുള്ള കാര്യമല്ല, പക്ഷേ അസഹ്യമായിരിക്കുമ്പോൾ ചിലത് പറയാതെ വയ്യാത്തത് കൊണ്ട് പറഞ്ഞത്. കാരണം ഇതിനെയൊക്കെ അവഗണിച്ച് തള്ളുക എന്നുള്ളതാണ്. നമ്മൾ ഈ മൂട്ടകളെയൊക്കെ എന്ത് ചെയ്യും? മൂട്ടകളെയൊക്കെ നമ്മൾ ഒഴിവാക്കും, മൂട്ടകളുടെ പോവാതിരിക്കും. പക്ഷെ മൂട്ട അവസാനം കടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെറിയൊരു ചൊറിച്ചിലൊക്കെ നമ്മൾ വരുമ്പോൾ നമ്മൾ ഹിറ്റെടുത്തോ ഒക്കെ അടിക്കും. അങ്ങനെ ഇടയ്ക്ക് അടിക്കേണ്ട സമയമായിരിക്കുന്നു പാറ്റകളെ ഹിറ്റടിക്കാൻ. അത് പറഞ്ഞപ്പോഴാണ് ഓർക്കുന്നത്, പാറ്റ സമരത്തിന് താത്ത പോയി എന്നും പറഞ്ഞ് താറ്റ ഒരു പാറ്റയുടെ മുഖംമൂടിയും വെച്ച് നിൽക്കുന്നൊരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും മോദിയെ ഒന്ന് വീഴിക്കണം, നെതന്യാഹുവിനെ കൊല്ലണം,
2 ചെറിയ ആഗ്രഹങ്ങളെ താത്തയ്ക്കുള്ളൂ. പാവം താത്ത ജീവിച്ചു പോട്ടെ.